നമസ്കാരം. ഈ ആഴ്ചയിലെ കാർഡിനൽ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 28-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ് ലീഹായുടെ തിരുനാൾ ഇടവകാംഗങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുകയുണ്ടായി. കുട്ടികളുടെ പ്രതിനിധിയായി ആനറ്റ് അൽഫോൻസ ആശംസകൾ അറിയിക്കുകയും കാറ്റക്കിസം ടീച്ചേഴ്സിന്റെ വകയായി അച്ഛന് സ്നേഹ സമ്മാനം നൽകുകയും ചെയ്തു. വിശുദ്ധ പത്രോസ് ലീഹായുടെ കാവലും അനുഗ്രഹവും അച്ഛന്റെ ഇടവക ശുശ്രൂഷകളിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഇടവക സമൂഹത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നേരുന്നു. കാർഡിനൽ നഗർ ഇടവകയിൽ കാറ്റക്കിസത്തിന് സഹായിക്കാനായി എത്തിച്ചേർന്ന CST സഭാ അംഗമായ ബ്രദർ ജോസഫ് സെൽവരാജിനെ വികാരിയച്ഛൻ പൂക്കൾ നൽകി സ്വീകരിച്ചു. ഫിഫ വേൾഡ് കപ്പ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ജൂൺ 28-ന് ഇടവകയിൽ ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം നടത്തിയ മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും ഒക്കെ ജേഴ്സികൾ അണിഞ്ഞ് എത്തിയ കുട്ടികൾ മനോഹരമായ വർണ്ണക്കാഴ്ചയാണ് ഒരുക്കിയത്. മത്സരങ്ങൾ വൻ വിജയമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും ഇടവകയുടെയും സംഘാടകരുടെയും നന്ദി അറിയിക്കുന്നു. ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വീഡിയോ മത്സരത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും വളരെ മികച്ച പങ്കാളിത്തമാണ് ലഭിച്ചത്. ഫാദേഴ്സ് ഡേ മുതൽ ഒരാഴ്ചയാണ് വീഡിയോകൾ സമർപ്പിക്കാനായി നൽകിയിരുന്നത്. ലഭിച്ച എൻട്രികളിൽ നിന്നും സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ പൂർത്തിയായി വരുന്നു. വിജയികളുടെ വിവരങ്ങൾ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഭാരതത്തിന്റെ അപ്പോസ്തലനും നമ്മുടെ സഭയുടെ പിതാവുമായ വിശുദ്ധ തോമസ് ലീഹയുടെ ഓർമ്മ പെരുന്നാൾ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഭക്തി ആദരവപൂർവ്വം ആഘോഷിച്ചു. സെയിന്റ് തോമസ് ഫാമിലി യൂണിറ്റിന്റെ സജീവ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ തിരുനാൾ കർമ്മങ്ങളും ആഘോഷങ്ങളും ഭംഗിയായി ക്രമീകരിച്ചത്. ഇടവകയിലെ മാതാപിതാക്കൾക്കായി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ സംഗമം ഇന്ന്, അതായത് ജൂലൈ 5 ഞായറാഴ്ച നടത്തപ്പെടുന്നതാണ്. എല്ലാ മാതാപിതാക്കളും ഈ യോഗത്തിൽ കൃത്യസമയത്ത് തന്നെ വന്നു പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കാർഡിനൽ നഗർ ഇടവകയിലെ അമലാപുരം FC കോൺവെന്റിൽ വരുന്ന ജൂലൈ 13 തിങ്കളാഴ്ച തിരുശേഷിപ്പ് പ്രയാണം നടത്തപ്പെടുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രവേശത്തിന്റെ 800-ാം വർഷമായ 2026-നെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് ഈ തിരുശേഷിപ്പ് പ്രയാണം സംഘടിപ്പിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ ക്ലാരയുടെയും വിശുദ്ധ അൽഫോൻസമ്മയുടെയും തിരുശേഷിപ്പുകളാണ് പ്രയാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ സ്ഥിതി ചെയ്യുന്ന FC കോൺവെന്റുകളിൽ സ്ഥാപനങ്ങളിലുമാണ് തിരുശേഷിപ്പുകളുടെ പ്രയാണം നടത്തുന്നത്. നമ്മുടെ വിദ്യാജ്യോതി സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണം ആഘോഷമായി അമലാപുരം കോൺവെന്റ് ചാപ്പലിൽ വണക്കത്തിനായി പ്രതിഷ്ഠിക്കും. ജൂലൈ 13-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് പ്രയാണം ആരംഭിക്കുന്നത്. ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ദണ്ഡവിമോചനം തിരുശേഷിപ്പ് എത്തിച്ചേരുന്ന ദിവസം അതാത് കോൺവെന്റ് ചാപ്പലിൽ തീർത്ഥാടനം നടത്തി സഭ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് എന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.